കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഉണ്ടല്ലോ നമ്മളെ കേരളത്തിലെ കുറെ ചാണക സംഘി ചാനലുകളും കുറെ ചാണക സംഘികളും എല്ലാം കൂടിയിട്ട് എങ്ങനെ ഇതിനെ പറഞ്ഞ് പേരിപ്പിച്ചിട്ട് കേരളത്തിലൊരു വർഗീയ കലാപം ഉണ്ടാക്കുക, ഹിന്ദു മുസ്ലിമിനെ കൊണ്ട് തമ്മിലടിപ്പിക്കുന്ന ഒരൊറ്റ ചിന്തയിലാണ്. അതിന്റെ മെയിൻ ആയിട്ട് അവർ നിയോഗിച്ചതായിട്ട് അറിയാം. എക്സ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന ആരിഫ് ഹുസൈൻ. സംഘികളെ മൂഞ്ചിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഈ ആരിഫ് ഹുസൈന്റെ മെയിൻ ആയിട്ടുള്ള ജീവിതാഭിലാഷം. അന്ത്യാഭിലാഷവും അത് തന്നെയാണ്. തീവ്രവാദികൾ കാശ്മീരിൽ നിരപരാധികളെ കൊല്ലുന്നതിന് മുമ്പിലെ അവരെ കൊണ്ട് കലിമ ചൊല്ലിച്ചു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് 2 ദിവസമായി ഇവരിങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അത് ചൊല്ലിച്ചിട്ടുണ്ടാവും. അവർ തീവ്രവാദികളാണ്. അവരുടെ ഉദ്ദേശം ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇന്ത്യയിൽ വർഗീയ കലാപം ഉണ്ടാക്കലും തന്നെയാണ്. അതുകൊണ്ട് അവർ കലിമ ചൊല്ലാൻ പറയും, പല കാര്യങ്ങളും ചെയ്യും, തുണിയടിച്ചു നോക്കും. അതൊക്കെ അവരുടെ ഉദ്ദേശം എന്താണ്? ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കല്. അത് തന്നെയാണ് ഈ ചാണക സംഖ്യക്കും വേണ്ടത്. അതിങ്ങനെ എടുത്തു പറഞ്ഞിട്ട് ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുക. ഇന്ന് നമ്മളെ കേരളത്തിൽ മരണപ്പെട്ട രാമചന്ദ്രന്റെ മകളുടെ ചെറിയൊരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ നമ്മളെ സംഘി ചാനലുകളെല്ലാം കൂടിപ്പോയി. അവർക്ക് ആദ്യം തന്നെ അവർക്ക് വേണ്ട സാധനം കിട്ടി. ആ രാമചന്ദ്രന്റെ മകള് പറഞ്ഞ് ആ തീവ്രവാദികൾ കൊല്ലുന്നതിന് മുമ്പിൽ അച്ഛനെ കൊണ്ട് കലിമ ചൊല്ലാൻ പറഞ്ഞ് അച്ഛൻ ചൊല്ലിയില്ല. അപ്പൊ അച്ഛനെ വെടിവെച്ച് കൊന്നു പറഞ്ഞു. സംഖ്യകൾക്ക് മതിയല്ല, വാ ബേഷ് ബേഷ് തലേക്കെട്ടായി ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞ് ഇന്ന സമയത്ത് പിന്നെ വന്ന കാര്യങ്ങൾ സംഖ്യകൾ അക്ഷരാർത്ഥത്തിലും മൂഞ്ചിപ്പോയി. ആ പെൺകുട്ടി, ഞാൻ ഇതാ ഇപ്പോഴും പറയുന്നത്, ശരിയായ ഹിന്ദു, ആ ശരിയായ ഹിന്ദു യുവതി ശരിക്കുള്ള മുസ്ലിങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞു. എന്താണ് മുസ്ലിം എന്നും എന്താണ് ഹിന്ദു എന്നും നമുക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ആ വീഡിയോ വെച്ചത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, വൈറൽ വീഡിയോ ആണ്. എന്നാലും നിങ്ങളൊന്ന് കാണും. അവര് റൂം അമ്മയ്ക്കൊക്കെ കൊടുത്ത് അതിന് പേയ്മെന്റ് ഒന്നുമില്ല. എന്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവര് രണ്ടുപേരും എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി 3 മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. അപ്പൊ ഇപ്പൊ ആവില്ല എന്ന് പറഞ്ഞു. പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന്. ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാ ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോ പറഞ്ഞ അള്ള അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ. അപ്പൊ സംഘികള് പറഞ്ഞത് നമ്മൾ ഉദ്ദേശിച്ചത് ഇതല്ല, ഇങ്ങനെയല്ല വേണ്ടേ, ഇങ്ങനെയല്ല വേണ്ടേ. നമ്മൾ സംഘികളാകെ മൂഞ്ചിപ്പോയി. ആ പെൺകുട്ടി പറഞ്ഞത് കേട്ടാ, അവിടുത്തെ 2 മുസ്ലിം യുവാക്കളാണ് അവരെല്ലാ സഹായങ്ങളും ചെയ്തത്. കാശ്മീരികൾ മൊത്തം തീവ്രവാദികളാന്ന് പറഞ്ഞു നടക്കുന്ന സംഘികൾ കേൾക്കണം. കേട്ടപാട് അവർ ബോധം കെട്ട് വീണു. ഇവരിങ്ങനെ ഒരു ടെസ്റ്റ് പ്രതീക്ഷിച്ചില്ല. ആദ്യം കലിമ ചൊല്ലിച്ച് എന്ന് പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചോ കിട്ടിപ്പോയി. പക്ഷെ ആ പെൺകുട്ടി അവിടെ നടന്ന എല്ലാ സത്യങ്ങളും കൃത്യമായി പറഞ്ഞു. ഒരു ഹിന്ദു എന്താണെന്ന് ആ കുട്ടി തെളിയിച്ച് അവിടുത്തെ ശരിയായ യഥാർത്ഥ കാശ്മീരി മുസ്ലിങ്ങൾ എങ്ങനെയാണെന്ന് അവർ പറഞ്ഞു തന്നു. സംഖ്യക്ക് അതിനപ്പുറം ഇനി ജീവിച്ചിട്ട് കാര്യമില്ലാന്ന് തോന്നി. തലതല്ലി ചാകലേന്. അതിന്റെ ഇടക്ക് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ കാണിച്ച് ചെറിയൊരു ഊമ്പിത്തരം. ഏഷ്യാനെറ്റ് ഏതാണെന്ന് നമുക്കറിയാലോ, ജനത്തിന്റെ ഏട്ടനായിട്ട് വരും. നമ്മൾ രാജീവ് ചന്ദ്രശേഖരാന്നല്ല ഇപ്പത്തെ ഉടമ. അപ്പൊ അവർക്ക് അതിൻ്റെ ഇത് കാണിക്കണല്ല. ഈ കാശ്മീരി യുവാക്കളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് മോളിന്ന് ഉത്തരവ് വന്നു പോകുന്നു. നിങ്ങൾ കൃത്യമായിട്ട് കാണും കേട്ടോ ഏഷ്യാനെറ്റിന്റെ ഊമ്പിത്തരം. എന്നാലേ ശരിക്കും മനസ്സിലാവും. പോലെ കൂടെ നടന്ന്. ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാ ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോ പറഞ്ഞ അള്ള അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ. അപ്പൊ അവരെന്നോട് അമ്മയോട് ഞാൻ അത് കാരണം ഞാൻ കണ്ട എപ്പോഴേക്ക് മോളിന്ന് വിവരം വന്ന് നീ അതൊന്നും കേൾക്കാൻ നിൽക്കല്ലേ, എങ്ങനെയെങ്കിലും വർഗീയത കേട്ടാൻ നോക്കി. അല്ലാണ്ട് ആ കാശ്മീരികളെ കുറിച്ച് നല്ലത് പറയുന്നല്ല നിന്നോട് അവിടെ വിട്ടിനി ഈ മൈക്കും കൊണ്ട് വിട്ടത്. എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിക്കുന്നു പറഞ്ഞു. ആ കാശ്മീരികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ആ ഫ്ലോയിൽ അങ്ങ് വരുന്ന സമയത്താണ് ഓമ്പിയ ചോദ്യം ചോദിച്ചിട്ട് അതങ്ങ് മാറ്റിച്ചേ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെയാണ് ഏഷ്യാനെറ്റിൽ ശരിക്കും പറഞ്ഞ വർഗീയ ചാനലാണ്. അവർ ഇടക്കിടക്ക് അതല്ലാന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അവർ ഉള്ളിൽ വർഗീയത മാത്രമായി. ജനൻ TV പ്രോ വേർഷനാണ് ഏഷ്യാനെറ്റ്. ഇപ്പോൾ ആരിഫ് ഹുസൈൻ തെരുവത്ത് നടക്കലാന്ന്. വർഗീയത വേണോ വർഗീയത വേണോ വർഗീയത വിറ്റ് ഇങ്ങനെ സംഖ്യകളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു തെരുവത്തും ജനൻ TV, പിന്നെ നമ്മളെ വിശകല ടീച്ചർ ശോഭാ സുരേന്ദ്രൻ, പിന്നെ ജനൻ TVന്റെ നമ്പ്യാറൂട്ടെ എല്ലാരും കൂടി ഇപ്പൊ എന്താ പറയുന്ന അറിയാം, യോഗമില്ല അമ്മണിയെ പായ് മടക്കിക്കോളീ. എന്നാ ശരി.